മൂന്ന് ആറുകളായ മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നിവയുടെ സംഗമസ്ഥാനമാണ് മൂന്നാർ. തെക്കേ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ വേനൽക്കാല സുഖവാസ കേന്ദ്രമായിരുന്നു മൂന്നാർ. വിശാലമായ തേയിലത്തോട്ടങ്ങള്, മനോഹരമായ ചെറുപട്ടണങ്ങള്, വളഞ്ഞുയർന്നും താഴ്ന്നും പോവുന്ന പാതകള്, അവധി ആഘോഷത്തിന് യോജിച്ച സൗകര്യങ്ങള് എന്നിങ്ങനെ മൂന്നാർ ഇന്ന് ഏറെ ജനകീയമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. പുൽമേടുകളും ഷോലക്കാടുകളും തേയിലത്തോട്ടങ്ങളുമാണ് മൂന്നാറിന്റെ പ്രകൃതി ഭംഗി ഒരുക്കുന്നത്. ഇതാണ് നേര്യമംഗലം പാലം. ഇത് ഇടുക്കിയുടെ കവാടം എന്നും അറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രഥമ ആർച്ച് പാലമാണ് കേരളത്തിലെ എറണാകുളം, ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേര്യമംഗലം പാലം. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സേതുലക്ഷ്മി ബായിയുടെ കാലത്ത് 1924-ലാണ് പാലം നിർമ്മാണം ആരംഭിച്ചത്. 1935 മാർച്ച് 2-നാണ് ശ്രീ ചിത്തിര തിരുനാൾ രാമവർമ്മ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. സുർഗി മിശ്രിതം ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. പന്ത്രണ്ട് വർഷത്തിലൊരിക്കല് പൂക്കുന്ന നീലക്കുറിഞ്ഞി ഷോലക്കാടുകളിലും പുൽമേടുകളിലും നീലനിറം പകരും. 2018-ലായിരുന്നു അവസാനമായി നീലക്കുറിഞ്ഞി പൂത്തത്. ഇനി 2030-ല് ഈ കുറിഞ്ഞി പുഷ്പിക്കല് കാണാം. തെക്കേന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടി 2695 മീറ്റർ മൂന്നാറിനടുത്താണ്. ഈ മേഖല സാഹസിക നടത്തത്തിന് യോജിച്ചതാണ്. ഇതാണ് ഗ്യാപ് റോഡ്. മൂന്നാർ ദേവികുളം റൂട്ടിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഗ്യാപ് റോഡിൽ എത്താം. മൂന്നാറിൽ വരുന്ന എല്ലാവരും ഗ്യാപ് റോഡ് വഴി പൂപ്പാറ വരെ എങ്കിലും യാത്ര ചെയ്യണം. ഗ്യാപ് റോഡിലെ മഞ്ഞും പെരിയ കനാൽ വെള്ളച്ചാട്ടവും തേയിലത്തോട്ടങ്ങളുടെ മനം മയക്കുന്ന കാഴ്ചകളും സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതായി മാറിയിരിക്കുകയാണ്. തേയിലയുടെ പച്ചപ്പിൽ പുതച്ചു നിൽക്കുന്ന മൊട്ടക്കുന്നുകൾക്ക് നടുവിലൂടെ വീതിയേറിയ റോഡിലൂടെയുള്ള യാത്ര ആരെയും മനം മയക്കുന്ന കാഴ്ചകൾക്ക് പുറമെ കോടമഞ്ഞിന്റെ തണുപ്പും ഇടയ്ക്കെത്തുന്ന ചാറ്റൽ മഴയും സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവം പകർന്നു നൽകുന്നു. വട്ടവട വരെ ഒന്ന് പോയി വരുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. അങ്ങു ദൂരെ താഴ്വാരങ്ങൾക്ക് പുറത്തെ മലനിരകളിൽ കാട്ടുതീ നിന്നു കത്തുന്നു. റോഡ് സൈഡിൽ വണ്ടി ഒതുക്കി വിവരശേഖരണത്തിനായി ഇറങ്ങി. നാട്ടുകാർക്ക് തെല്ലും ആശങ്കയില്ല. പതിവായി കാണുന്ന പല കാഴ്ചകളിൽ ഒന്ന് എന്ന ഭാവത്തിലാണ് അവരുടെ നിൽപ്പ്. ദൂരെ കത്തുന്നത് കൊളുക്കുമലാണെന്ന് അവിടുത്തെ നാട്ടുകാരൻ പറഞ്ഞു. ഇതാണ് ജക്രാന്ത മരങ്ങൾ. 1.25 നൂറ്റാണ്ട് മുൻപ് മൂന്നാറിൽ തേയില കൃഷിക്കെത്തിയ ബ്രിട്ടീഷുകാരാണ് തേയിലകൾക്കിടയിലും പാതയോരങ്ങളിലും ജക്രാന്ത മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത്. മൂന്നാറിന്റെ പ്രവേശന കവാടമായ ചിത്തിരപുരം 2-ാം മൈൽ മുതൽ മറയൂർ റോഡിലെ തലയാർ വരെയുള്ള ഭാഗത്താണ് പ്രധാന പാതയുടെ ഇരുവശങ്ങളിലും ജക്രാന്ത മരങ്ങൾ പൂവിട്ട് നിൽക്കുന്നത്. തണലിനും അലങ്കാരത്തിനുമായി വച്ചുപിടിപ്പിച്ച ഇവ സംരക്ഷണമില്ലാത്തതിനാൽ ഭൂരിഭാഗവും നശിച്ചുപോയി.